मी देवेंद्र सरिता गंगाधरराव फडणवीस ईश्वर साक्ष शपथ घेतो की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगेन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याचा मुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व सत्सद विवेक बुद्धीने पार पाडेन आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी निर्भयपणे व निपक्षपातीपणे तसेच कोणाच्याही विषयी ममत्व भाव किंवा आकस न बाळगता न्याय वागणूक देईन. मी देवेंद्र सरिता गंगाधरराव फडणवीस ईश्वर साक्ष शपथ घेतो की महाराष्ट्र राज्याचा मुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब असा मुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे व अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही. ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ പേരിലുള്ള വ്യത്യാസം അത് കഴിഞ്ഞ ദിവസം വാർത്തയായതാണ്. ദേവേന്ദ്ര സരിത ഗംഗാധരറാവ് ഫഡ്നാവിസ് അമ്മയുടെ പേരുകൂടി തൻ്റെ പേരിനൊപ്പം ചേർത്തുകൊണ്ടാണ് അമ്മയ്ക്കുള്ള ആദരം എന്ന നിലയ്ക്ക് അമ്മയുടെ പേരുകൂടി തൻ്റെ പേരിനൊപ്പം ചേർത്താണ്. ആ പേര് പറഞ്ഞാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇനി ഉപമുഖ്യമന്ത്രിമാരായ ഏക്നാഥ് ഷിൻഡെയുടെയും അജിത് പവാറിൻ്റെയും സത്യപ്രതിജ്ഞയാണ് നടക്കാനിരിക്കുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വിധം വമ്പൻ ഭൂരിപക്ഷത്തിലാണ് BJP നയിക്കുന്ന മഹായുതി സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിലേറിയിരിക്കുന്നത്. യഥാർത്ഥ ശിവസേന ഏത്, യഥാർത്ഥ NCP ഏത് എന്ന ചോദ്യം കൂടി ഉയർത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ഘട്ടിച്ചുപോയ രണ്ട് ഭാഗങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ജനമനസ് അവർക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത്. ഏക്നാഥ് ഷിൻഡെ, ഉദ്ധവ് താക്കറെ ശിവസേനയെ തകർക്കുമ്പോൾ ശരത് പവാർ തുടങ്ങിയ NCPയിൽ പക്ഷേ കൂടുതൽ ആളുകൾ വിശ്വാസം അർപ്പിച്ചത് അതിൽ നിന്ന് വേർവിട്ടുവന്ന അജിത് പവാർ NCPയിലാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയ ഫലം. यानंतर राज्याचे उपमुख्यमंत्री म्हणून शपथ घेतील श्री एकनाथ गंगूबाई संभाजी शिंदे. ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അല്പം അനിശ്ചിതത്വങ്ങൾക്കുള്ള വഴിയൊരുക്കിയെങ്കിലും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏക്നാഥ് ഷിൻഡെ. हिंदू हृदय सम्राट बाळासाहेब ठाकरे यांना वंदन. गुरुवर्य धर्मवीर आनंद दिघे साहेबांचं स्मरण आणि देशाचे कर्तबगार आणि लोकप्रिय प्रधानमंत्री नरेंद्र मोदीजी व देशाचे कणखर गृहमंत्री अमितभाई शाह यांच्या भक्कम पाठिंब्याने, आशीर्वादाने तसेच राज्यातील 13 कोटी जनतेच्या आशीर्वादाने मी एकनाथ गंगूबाई संभाजी शिंदे ईश्वर साक्ष शपथ घेतो की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व सत्सद विवेक बुद्धीने पार पाडीन आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी निर्भयपणे व निष्पक्षपातीपणे तसेच कोणाच्याही विषयी ममत्वभाव किंवा आकस न बाळगता न्याय्य वागणूक देईन.
मी एकनाथ गंगूबाई संभाजी शिंदे ईश्वर साक्ष शपथ घेतो की महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब असा उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे व अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही. धन्यवाद. അതിനെ നീക്കങ്ങൾക്കെല്ലാം പിന്നാലെ മഹായുതി സർക്കാരിനോട് മയപ്പെട്ട ഏകനാഥ് ഷിൻഡെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. മൂന്നാം ഊഴത്തിൽ ദേവേന്ദ്ര ഫട്നാവിസ് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. മഹായുതി സർക്കാർ മഹാരാഷ്ട്രയുടെ അധികാരത്തിൽ ഏറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അതുപോലെ തന്നെ വ്യവസായ രംഗത്തെ പ്രമുഖരും ബോളിവുഡ് താരങ്ങളുമെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ചടങ്ങ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ശിവസേന തങ്ങളുടേത് തന്നെയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബാൽ ഠാക്കറെ ആദ്യം തന്നെ ആദരവുകൾ അർപ്പിച്ചുകൊണ്ടാണ് ഏകനാഥ് ഷിൻഡെ തൻ്റെ സത്യപ്രതിജ്ഞ തുടങ്ങിയത്. അങ്ങനെ ദേവേന്ദ്ര ഫട്നാവിസ് മൂന്നാം വട്ടം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ ഏകനാഥ് ഷിൻഡെ ശിവസേനയുടെ ശക്തമായ സാന്നിധ്യമായി, അല്ലെങ്കിൽ ശിവസേന രണ്ടായി നിന്നപ്പോൾ ഉദ്ധവ് താക്കറേക്കാൾ ജനങ്ങൾ ഏത് ശിവസേനയ്ക്കൊപ്പമാണ് നിന്നത് എന്ന് ഉറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വലിയ പിന്തുണ നേടിക്കൊണ്ട് സീറ്റുകളുമായി എത്തിയ ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ഇനി NCPയുടെ അജിത് പവാറിൻ്റെ ഊഴമാണ്. അദ്ദേഹവും ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിക്കുകയാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ. यानंतर राज्याचे उपमुख्यमंत्री म्हणून शपथ घेतील श्री अजित आशाताई अनंतराव पवार. मी अजित आशाताई अनंतराव पवार गांभीर्यपूर्वक प्रतिज्ञा करतो की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. मी भारताची सार्वभौमता व एकात्मता उन्नत राखीन. मी महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व विवेक बुद्धीने पार पाडीन आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी निर्भयपणे व निपक्षपातीपणे तसेच कोणाच्याही विषयी महत्वभाव किंवा आकस न बाळगता न्याय वागणूक देईल. मी अजित आशाताई अनंतराव पवार गांभीर्यपूर्वक प्रतिज्ञा करतो की महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब असा उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे व अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही. അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുകയാണ്. ഉപമുഖ്യമന്ത്രിയായി ഏകനാഥ് ഷിൻഡെയും പിന്നാലെ അജിത് പവാറും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ആദ്യം ദേവേന്ദ്ര ഫട്നാവിസും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.